നമ്മുടെ പിതാവായ മാർ തോമാ ശ്ലീഹായുടെ ധീര രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മയാണ് നമ്മൾ കൊണ്ടാടുന്നത്. ദുഖ്റാന സുറിയാനി പദമാണ്. ഓർമ്മ എന്നാണ് ആ വാക്കിൻ്റെ യഥാർത്ഥാർത്ഥം. നമ്മുടെ പിതാവിൻ്റെ ഓർമ്മ. നമ്മുടെ പിതാവിനെ ബൈബിളിൽ 3 സ്ഥലങ്ങളിലേ കാണുന്നുള്ളൂ. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് പ്രത്യേകമായിട്ട്. 3 തൻ്റേടിയായ, ധീരനായ, എക്സ്ട്രാ മൈൽ സഞ്ചരിക്കാൻ ചങ്കൂറ്റം കാണിക്കുന്ന ഒരു ശിഷ്യനാണ്. ബൈബിളിലെ നമ്മുടെ കർത്താവിൻ്റെ ക്രിസ്റ്റോളജി മുഴുവൻ ഒറ്റ പ്രഖ്യാപനത്തിലെ സഭയെ പഠിപ്പിച്ച ധീരനായ തോമാ ശ്ലീഹ, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ. അതിൽ വിട്ട് ഒരു ക്രിസ്റ്റോളജി ഇല്ല. തോമാ ശ്ലീഹായുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചങ്കൂറ്റം നിറഞ്ഞ പ്രഖ്യാപനമാണ്. കർത്താവ് ജെറൂസലേമിലേക്ക് പോകേണ്ട സന്ദർഭമായപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ആകെ കുഴപ്പം പിടിച്ചൊരു സ്ഥലമാണ്, നിനക്ക് ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ള സ്ഥലമാണ്. നീ ബെഥാനിയയിലെ ലാസറിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ലാസറിന് അസുഖമാണെങ്കിലും നിന്നെ പാർത്തിരിക്കുന്ന ശത്രുക്കൾ പിടികൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നിന്നോട് ഉപദേശം പറയുകയല്ല, നിർദ്ദേശം പറയുകയാണ്. തൽക്കാലം ഇപ്പം പോകാതിരിക്കുന്നതാണ് ബുദ്ധി. അവിടെയാണ് തോമാ ശ്ലീഹ ഒരു വേറിട്ട ഭാഷ്യം. തോമാ ശ്ലീഹ ചാടി വീണ് പറഞ്ഞൊരു വചനമുണ്ട്, നമുക്ക് അവൻ്റെ കൂടെ പോകാം, മരിക്കേണ്ടി വന്നാലും. എത്രയോ ധീരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. അഡോൾഫ് മുണ്ടല്ലിക്കോട്ട് തൃശ്ശൂർ രൂപതയുടെ ആദ്യത്തെ മെത്രാനായിട്ട് വന്ന ആളാണ്. തോമാ ശ്ലീഹായുടെ ചരിത്രത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് പഠിച്ച ഒരു വന്യപിതാവാണ്. അദ്ദേഹം പറയുകയാണ്, മറ്റേത് ശിഷ്യന്മാരും സുവിശേഷം പ്രസംഗിച്ചതിനെക്കുറിച്ച് തെളിവുകൾ നമുക്കുണ്ടെങ്കിൽ ഏറ്റവും ആധികാരികമായിട്ടുള്ള തെളിവുകളുള്ള സുവിശേഷ പ്രഘോഷണം നടത്തിയിട്ടുള്ളത് തോമാ ശ്ലീഹായാണ്. തോമാ ശ്ലീഹായുടെ വലിയ വിശ്വാസം നമുക്ക് നൽകിയൊരു വലിയ പേരുണ്ട്. നമ്മൾ സത്യത്തിൽ ഇപ്പോൾ ഓർക്കുമ്പോൾ നമുക്ക് ഇത്തിരി കുറവ് തോന്നാൻ വേണ്ടി മാർഗവാസികളെന്നാണ് നമ്മളെ വിളിച്ചിരുന്നത്. മാർഗത്തെ കൂടെ ചരിക്കുന്ന വിശ്വാസം, മാർഗവാസികൾ. നമ്മുടെ കുഞ്ഞുങ്ങൾ തോമാ ശ്ലീഹായുടെ ചരിത്രം പാടുന്നതിന് നമ്മൾ വിളിക്കുന്ന പേര് മാർഗംകളി എന്നാണ്. മാർഗം തെറ്റാതെ സഞ്ചരിക്കാൻ ഈ ദുഖ്റാന തിരുനാൾ നമുക്ക് കാരണമാകട്ടെ. നമ്മുടെ സഭയ്ക്ക് വളരെയേറെ വളർച്ചകൾ തമ്പുരാൻ ഇടയാക്കിയ ഒരു ദുഖ്റാന പെരുന്നാളിലാണ് നമ്മൾ ഒന്നിച്ച് കൂടുന്നത്. ഞാനിവിടെ വളരെ സ്നേഹത്തോടും ഒരുപാട് കടപ്പാടോടും കൂടെ ഓർക്കുന്നത് ഭാഗ്യസ്മരണാർഹനായിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. കേരളത്തിനപ്പുറത്തേക്ക് കടക്കാൻ, സുവിശേഷം പ്രസംഗിക്കാൻ നമുക്ക് അവകാശമില്ലാത്തൊരു കാലഘട്ടത്തിൽ നമുക്ക് ചില രൂപതകളൊക്കെ നോർത്തിൽ തന്ന് നമ്മളെ ഒരു വിധത്തിൽ മെരുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ ഐതിഹാസികമായിട്ടുള്ള ഒരു ഇടപെടലുണ്ട്. 2017 ഒക്ടോബർ 9 ഇന്ത്യയിലെ മെത്രാന്മാർക്ക് അദ്ദേഹം അയച്ച കത്ത്, അത് നമ്മുടെ സഭയുടെ ഈ കാലഘട്ടത്തിലെ വളർച്ചയിലെ മഗ്ന കാർത്തയാണ്. ഷംഷാബാദ് സ്ഥാപിച്ചപ്പോൾ മാർപ്പാപ്പ പ്രയോഗിച്ചൊരു പ്രയോഗം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഓൾ ദ ടെറിട്ടറീസ് ഇൻ ഇന്ത്യ നോട്ട് യെറ്റ് ഇൻക്ലൂഡഡ് അതർ ഡയസിസസ് ആർ പ്രിസ്ക്രൈബ്ഡ് ആൻഡ് അസ്ക്രൈബ്ഡ് ടു ദ എപാർക്കി ഓഫ് ഷംഷാബാദ്. എത്രയോ ധീരമായിട്ടുള്ള ഒരു ചുവടുവെപ്പാണ് നമുക്ക് ഓർമ്മിക്കാനുള്ളത്. ഇന്ന് നമുക്ക് കേരളത്തിൽ 13 രൂപതകളുണ്ട്. കേരളത്തിന് പുറത്ത്, ഇന്ത്യക്കകത്ത് 18 രൂപതകളുണ്ട്. നമുക്ക് 4 രൂപതകൾ ഇന്ത്യക്ക് പുറത്ത്, നമുക്ക് അമേരിക്കയിൽ, നമുക്ക് ഗ്രേറ്റ് ബ്രിട്ടനിൽ, നമുക്ക് കാനഡയിൽ,
നമുക്ക് ഓസ്ട്രേലിയയിലെ ഒക്കെ രൂപതകളാണ്. നമ്മുടെ ജനം കയറിയെടുത്തൊക്കെ നമുക്ക് നമ്മുടെ സഭയുടെ ആധികാരികമായിട്ടുള്ള അജപാലന ശുശ്രൂഷകൾ നടത്താൻ നമുക്ക് അനുവാദം നൽകിയ പിതാക്കന്മാരെ, സഭയുടെ സിംഹാസനങ്ങൾ നന്ദിയോടുകൂടി ഞാൻ ഓർമ്മിക്കുന്നു. നമുക്ക് 2 അപ്പസ്റ്റോലിക് വിസിറ്റേഷൻ ഇൻ യൂറോപ്പ്, നമുക്കിന്ന് യൂറോപ്പിലെ മുഴുവൻ ഒരു വിധത്തിൽ സ്ഥിരമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകാനുള്ള ഒരു കൊടികയറ്റമാണ്. അതുപോലെ ഇപ്പോഴേ അടുത്ത് ഇരിഞ്ഞാലക്കുട രൂപതയിൽ നിന്നുള്ള പ്രിയങ്കനായിട്ടുള്ള ജോളി അച്ഛനെ ഗൾഫിൽ നമ്മൾ ചിതറിക്കിടക്കുന്ന ആളുകൾക്ക് വിസിറ്ററായിട്ട് പരിശുദ്ധ പിതാവ് നിയോഗിക്കാൻ കാണിച്ച ഒരു വലിയ എക്സ്ട്രാ മൈല് ഞാൻ ഇതെല്ലാം നന്ദിയോടുകൂടെ ഏറ്റുപറയുന്നു. നമുക്ക് 6 അതിരൂപതകളാണുള്ളത്. എറണാകുളം, അങ്കമാലി, ചങ്ങനാശ്ശേരി, തൃശ്ശൂർ, തലശ്ശേരി, ഉജ്ജയിൻ, ഫരീദാബാദ്, കല്യാൺ, ഷംഷാബാദ്. ഞാൻ മറക്കാതെ ഇഷ്ടത്തോടുകൂടെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ക്നാനായ കമ്മ്യൂണിറ്റിക്ക് അതിരൂപതാ സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മുടെ കൂടെ എന്നും ഒരു ലോഭവും കൂടാതെ ഔദാര്യത്തോടുകൂടെ നിന്ന ആ സമൂഹത്തിൻ്റെ വലിയ ഇഷ്ടവും വലിയ സംഭാവനകളും ഒരുപാട് കടപ്പാടോടുകൂടെ ഞാൻ ഈ തോമസ് ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഓർമ്മിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു. നമ്മുടെ സഭയുടെ സാധ്യതകളെക്കുറിച്ച് കൂടെ മാത്രമൊന്ന് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. പൗരസ്ത്യ സഭകളിലെ ആൾബലം കൊണ്ടും സംഘടിതമായിട്ടുള്ള സുവിശേഷ പ്രവർത്തനത്തിനുള്ള കഴിവ് കൊണ്ടും എല്ലാ ഓറിയന്റൽ സഭകളെക്കാളും മുന്നിലാണ് സീറോ മലബാർ സഭ. അത് നമുക്ക് അഭിമാനത്തോടുകൂടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെക്കാൾ കൂടുതൽ ജനങ്ങൾ ഉക്രൈനിയൻ സഭയ്ക്കുണ്ട് എന്നാണ് ഇതുവരെ നമ്മൾ കരുതിയിട്ടുള്ളത്. അതങ്ങനെയായിരുന്നു താനും. എന്നാൽ ഉക്രൈനിയൻ സഭയേക്കാൾ കടത്തി വലിയ നമ്പറിലല്ല, പക്ഷെ നമ്മൾ ഇന്ന് പൗരസ്ത്യ സഭകളിലെ സംഖ്യാബലത്തിലെ 1ാമത്തെ സഭയായിട്ട് തീർന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2017 ഒക്ടോബർ 9 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ കത്ത് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മഗ്ന കർത്തയാണ്. നമുക്ക് എല്ലാ സ്ഥലത്തും സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്നതിനും അജപാലന ശുശ്രൂഷ ചെയ്യുന്നതിനും ലഭിച്ച എല്ലാ വലിയ അനുഗ്രഹങ്ങളുടെ മുമ്പിൽ നന്ദി ഞാൻ പറയുകയാണ്. ഈ വർഷം 2025 നമ്മൾ തുടങ്ങി 26 നമ്മൾ സാമുദായിക ശാക്തീകരണ വർഷമായിട്ടാണ് കൊണ്ടാടുന്നത്. ഞാൻ ഇത് കൊണ്ടാടുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ ശക്തി ഇനി ഒന്നും കൂടെ ഉറപ്പിക്കാനാണെന്നുള്ള ഒരു ചിന്ത. ശരിയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗവൺമെന്റിന്റെ പുതിയ സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റാസ് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ പുറത്തു വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ സീറോ മലബാർ കമ്മ്യൂണിറ്റി ഒരു മൈക്രോ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആയിട്ട് തീരുകയാണ്. ആൾബലം കുറയുന്നു, വർധനവില്ലാതാകുന്നു. കുറെ കാലങ്ങൾ കഴിഞ്ഞാൽ താഴോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു സമൂഹത്തിലേക്ക് നമ്മൾ ചേർക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. ഇത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എല്ലാ രൂപതകളും ഉണ്ട് എങ്കിൽ പോലും നമുക്കുള്ള ഒരു വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് എല്ലാ രൂപതക്കാരും അവരവരുടെ കാര്യങ്ങൾ സന്തോഷമായിട്ട് ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്. ഒരിടത്തും ഒരു കുറവുമില്ല. പക്ഷെ നമുക്ക് ഒരു സഭയെന്ന നിലയിൽ കുറെ കൂടെ കണക്ടിവിറ്റിയും കുറെ കൂടെ കോർഡിനേഷനും ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഈ സമുദായ ശാക്തീകരണ വർഷത്തിൽ നമുക്ക് കൂടുതൽ പരിശ്രമിക്കാം. ഞാൻ
അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമ്മുടെ സമുദായം അംഗസംഖ്യയിൽ ചെറുതാണെങ്കിൽ പോലും നമ്മുടെ സമുദായത്തിൻ്റെ ഈ നാടിനോടുള്ള ശുശ്രൂഷകളുടെ വലുപ്പം നമ്മുടെ സംഖ്യാബലത്തെക്കാൾ താരതമ്യം ചെയ്യുമ്പോൾ വളരെ വലുതാണ്. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, നമ്മുടെ ശുശ്രൂഷകൾ തമസ്കരിക്കുന്ന ചില ഇടങ്ങൾ, ചില സന്ദർഭങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, വിദ്യാഭ്യാസ മേഖലയിലെ നമ്മുടെ സമുദായം ചെയ്ത ശുശ്രൂഷകൾക്ക് എന്നും ഓർമ്മപ്പെടുത്തുന്ന ഒരു തിരുശേഷിപ്പിൻ്റെ പ്രയോഗമാണ് പള്ളിക്കൂടം. ചാവറയച്ചൻ്റെ കൽപ്പനയാണ്, പള്ളികൾക്കൊത്ത പള്ളിക്കൂടമില്ലെങ്കിൽ ആ കത്തനാര് പള്ളിക്കുറ്റത്തിൽ നിർത്തണമെന്ന് ചങ്കൂറ്റമായിട്ട് പറഞ്ഞ ഒരു ചാവറ പിതാവ് നമുക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹം അന്ന് കാണിച്ച വലിയ ദൂരക്കാഴ്ചയാണ് നമ്മുടെ എല്ലാ പള്ളികളുടെ മുറ്റത്തും ഒരു പള്ളിക്കൂടം ഉണ്ടാകാനായിട്ട് കാരണമായത്. ഇന്ന് പള്ളിക്കൂടങ്ങളെ കുറിച്ചൊക്കെ പരാതികളുണ്ടെങ്കിൽ പോലും കേരളം സാക്ഷര കേരളമായിട്ടുണ്ടെങ്കിൽ, നോർത്ത് ഇന്ത്യയിലെ സാക്ഷരത വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, കാസ്റ്റ് സിസ്റ്റത്തിനെ നമ്മൾ സമ്മർദ്ദം കൊണ്ട് കീഴടക്കിയിട്ടുണ്ട്, സമ്മർദ്ദം കൊണ്ട് പലയിടത്തും കീഴടക്കിയിട്ടുണ്ട്. ഞാൻ ചിലപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ ഓൾ ഇന്ത്യയിൽ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മുടെ ഈ നാട്ടിലെല്ലാവരും തമ്മിലുള്ള സമത്വം ഇല്ലാത്ത ഒരുപാട് സംസ്ഥാനങ്ങൾ ഈ നാട്ടിലുണ്ട്. പിന്നോക്ക ജാതിക്കാർക്ക് പുറത്തു വരാനോ തല കാണിക്കാനോ അവകാശമില്ലാത്ത ഭരണഘടനയിലെ അവകാശമുണ്ടെങ്കിലും അതിനനുവദിക്കാത്ത സാഹചര്യങ്ങളുള്ളിടത്ത് ഒരു സംഗതിയുണ്ട്. ഞാൻ പറയും, മിഷൻ പ്രവർത്തനങ്ങൾ പലപ്പോഴും എതിർക്കുന്നത് അവിടെ നടക്കുന്ന മാനസാന്തരങ്ങളുടെ കണക്ക് പേടിച്ചിട്ടല്ല, അവിടെ വരുന്ന സാംസ്കാരികമായ മാറ്റത്തിൽ സംഭവിക്കുന്ന അപകടങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പലപ്പോഴും നമ്മളെ ഈ രംഗത്ത് മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ചിലപ്പോഴൊക്കെ മനസ്സുകൊണ്ട് പറയാറുണ്ട്, ആരും ഒരിക്കലും പരിഗണിക്കാത്ത ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾക്ക് അഭയം കൊടുത്ത ഒരു സഭയാണ് നമ്മുടേത്. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ആദ്യമായിട്ടൊരു വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറയാൻ സീറോ മലബാർ സഭയ്ക്കാണ് ചങ്കൂറ്റം ഉണ്ടായത്. ഇന്ന് മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ അവർ മറ്റുള്ള കുട്ടികളെ പോലെ സ്കൂളിൽ പോകുന്ന ഒരു സംവിധാനം, അവർക്ക് ഹോസ്റ്റൽ സംവിധാനം, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള അവകാശങ്ങൾ, വികസന പ്രവർത്തനങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുള്ള വലിയ മുൻകരുതലുകൾ. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, കാർഷിക വൃത്തിക്ക് സ്ഥലമില്ലാണ്ടപ്പോൾ നമ്മുടെ ജനം നടത്തിയ കുടിയേറ്റമുണ്ട്. അതാണ് മലബാർ കുടിയേറ്റം, അതാണ് ഇടുക്കിയിലെ കുടിയേറ്റം. ഇന്ന് 2 ജില്ലകളുണ്ടെങ്കിൽ ആ 2 ജില്ലകളിൽ നമ്മുടെ ശുശ്രൂഷകൾ വളരെ വളരെ കാര്യമാത്ര പ്രസക്തമാണെന്ന് പറയുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവമായ കർത്താവ് ഇസ്രായേലിന് കൊടുത്ത 2 ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ സമുദായത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തോമസ് ലീയുടെ പെരുന്നാൾ ദിനത്തിലെ നിങ്ങൾ വർദ്ധിക്കുക, നിങ്ങൾ ഭൂമിയെ കീഴടക്കുക. ഈ 2 കൽപ്പനകളും ഈ തോമസ് ലീയുടെ തിരുനാൾ കൊണ്ടാടുന്ന ഈ നല്ല ദിവസം നമുക്ക് സൂക്ഷിക്കാം. ഒരിക്കൽ കൂടെ ഞാൻ ഡേവിസ് എടക്കുളത്തൂർ സഹോദരൻ, തൃശ്ശൂർക്കാരനാണ്, ഗൾഫിലെ വലിയൊരു ബിസിനസ് മേഖലയുടെ ഉടമസ്ഥനാണ്. നമ്മുടെ സഭയുടെ എല്ലാ കാര്യങ്ങളിലും കണക്കറ്റ് ഔദാര്യമായിട്ട് സഭയ്ക്ക് സംഭാവന ചെയ്ത ഒരു വ്യക്തിത്വമാണ്. ഞാൻ സംഖ്യകളുടെ കണക്കൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നമ്മുടെ സഭാസ്ഥാനത്ത് വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾക്ക് പിറകിലെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഔദാര്യവും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ നമുക്ക് വേണ്ടി നൽകാൻ കാണിച്ച ഔദാര്യവുമാണ്. ഞാനൊരിക്കൽ കൂടെ നമ്മുടെ ജനപ്രതിനിധികൾക്കും ഡേവിസ് എടക്കുളത്തൂരിനും എല്ലാവർക്കും സർവ്വനന്മകളും നേരുന്നു, സർവ്വദൈവാനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഉള്ളപ്പോഴേ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ ഊണിലും ഉറക്കത്തിലും
നിങ്ങൾ പാർട്ടിയെക്കുറിച്ച് മാത്രമല്ല സമുദായത്തെക്കുറിച്ച് ഓർക്കുന്നവരാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ പിന്തുണ അതിൻ്റെ പരമാവധി ഏതർത്ഥത്തിലാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ അർത്ഥത്തിൽ നൽകാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഇന്ന് ഈ ദിവസം വന്നു ചേർന്ന പ്രിയപ്പെട്ട എല്ലാ വൈദികരോടും പിതാക്കന്മാരോടും സന്യസ്തരോടും നമ്മുടെ സഭയോട് നിങ്ങൾ കാണിക്കുന്ന അടുപ്പത്തിനും ഇഷ്ടത്തിനും നമ്മുടെ സഭയെ വളർത്താൻ നിങ്ങൾ നൽകുന്ന വലിയ കൈത്താങ്ങലിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ദൂറാന തിരുനാളുടെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.